ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റായ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇടിയപ്പം വളരെ സോഫ്റ്റും പെർഫെക്റ്റുമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ചൂടാകാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചൂടാകാനായിട്ട് വെക്കുന്നത്. ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇടിയപ്പത്തിന് ആവശ്യമുള്ള പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പാക്കറ്റിൽ നമ്മൾ മേടിക്കുന്ന പൊടിയാണ് എടുത്തത്. നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത പൊടി വെച്ചും ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഇടിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇടിയപ്പം നല്ല സോഫ്റ്റും ആയിരിക്കും. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും ഉപ്പും അതുപോലെ തന്നെ നെയ്യൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. വീട്ടിൽ തയ്യാറാക്കിയ പൊടി വെച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളഞ്ഞെടുക്കണം. ഒട്ടും തന്നെ തരി പാടില്ല. ഇവിടെ വെള്ളം നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഡയറക്റ്റ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഡയറക്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു തടിത്തവിയുടെ കണഭാഗം കൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് കൈയിട്ടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ, കാരണം കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാടില്ല. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 തവണയായിട്ട് 3 കപ്പ് വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പൊടിയിൽ വെള്ളം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഇവിടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറഞ്ഞ ഒരു 5-6 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചതുകൊണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും. സമയം ഒട്ടും തന്നെ കളയേണ്ടതില്ല. ഇഡ്ഡലി തട്ടിൽ, അതായത് ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിൽ ആവശ്യത്തിന് എണ്ണ തടവി മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഇടിയപ്പം നമുക്ക് തട്ടിൽ നിന്നും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ബാക്കിയുള്ള തട്ട് നമുക്ക് എണ്ണമയം പുരട്ടി മാറ്റി വെക്കാം. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ സുഷിരമുള്ള അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പം മേക്കറിലും അതായത് സേവനാഴിയിലും നമ്മൾ ഇതുപോലെ എണ്ണ തടവി വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മാവ് അതിൽ പിടിക്കുകയില്ല കേട്ടോ. ഇതുപോലെ എണ്ണ തടവി നമുക്ക് മാറ്റി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പിടിച്ചിട്ട് നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കയ്യിലൊട്ടും തന്നെ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം കിട്ടും. അപ്പോൾ ഇടിയപ്പത്തിന് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് സേവനാഴിയിലേക്ക് ആവശ്യത്തിന് മാവ് നിറച്ച് കൊടുക്കാം. ഇതുപോലെ കയ്യിൽ ഒരു പിടി എടുത്തതിന് ശേഷം നല്ല ഷേപ്പാക്കി നമുക്ക് സേവനാഴിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മാവ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 തവണയായിട്ട് മാവ് എടുത്തിട്ട് നാം സേവനാഴി നിറച്ച് കൊടുക്കുന്നുണ്ട്. മാവ് കൈ പറ്റുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെള്ളത്തിലൊന്ന് കൈ നനച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇനി അടപ്പ് വെച്ചിട്ടൊന്ന് മുറുക്കിയെടുക്കാം. ഞാൻ സേവനാഴി താഴെ വെച്ചതിന് ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് പിരി വെട്ടാതെ നോക്കണം കേട്ടോ. പിരി വെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് 1 ടീസ്പൂൺ വീതം തേങ്ങ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചെടുക്കുമ്പോഴുള്ള ഇടിയപ്പത്തിൽ തേങ്ങ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പം നന്നായിട്ട് പീച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇടിയപ്പത്തിന് നല്ല ഷേപ്പ് കിട്ടുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഒട്ടും തന്നെ പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നല്ല കറക്റ്റായിരുന്നു. മാവിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഇടിയപ്പം ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല, ഹാർഡായി പോകും. ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പം കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള തട്ടിൽ നമുക്ക് ഇടിയപ്പം പ്രസ് ചെയ്തെടുക്കാം. ഇനി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി ചെമ്പിലേക്ക് ഓരോ തട്ടായിട്ട് നമുക്ക് ഇറക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി മൂടി വെച്ചിട്ട് 5-6 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. ഇവിടെ ഇടിയപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ 2 തട്ടും പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം തട്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്.
ഞാനിവിടെ തട്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തട്ടിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ് കേട്ടോ. ഞാൻ 2 കപ്പ് ഇടിയപ്പപ്പൊടി വെച്ചിട്ട് ടോട്ടൽ ഞാൻ 28 ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.